ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയത്തിലെ ആദ്യത്തെ ദശകമായ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ആ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ചിട്ട് ഞാൻ അർത്ഥം പറയാം. ആദ്യം ശ്ലോകം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വം യത്തൽപരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയസ്തേ വപുരുതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിതപരസുഖചിത് ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഈ ശ്ലോകത്തില് ഭഗവാൻ ഒരു രൂപം എടുക്കുകയാണ്. അപ്പോൾ ഈ പരബ്രഹ്മത്തിൽ നിന്ന് ഒരു രൂപം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗുണം വേണം. അപ്പോൾ പരിശുദ്ധമായ ആ സത്വഗുണം എടുത്തിട്ട് ഭഗവാൻ ഒരു രൂപം എടുക്കുന്നതാണ്. ത്രിഗുണങ്ങളാണ്, 3 തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ സത്വഗുണം എടുത്തിട്ട് ഭഗവാൻ ഒരു രൂപം എടുക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സത്വം യത്തൽ, സത്വം യത് പ്ലസ് തത്. യത് ഏതൊന്നാണോ ആ സത്വഗുണം അത്. പരാഭ്യാം അപരികലനതോ, പദം പിരിക്കുമ്പോൾ പരാഭ്യാം പ്ലസ് അപരികലനത. പരാഭ്യാം മറ്റു രണ്ടുമായിട്ടും. ഏതാണ് മറ്റു രണ്ടുമായിട്ടും പറയുമ്പോൾ? രജോ ഗുണമായിട്ടും തമോ ഗുണമായിട്ടും. അപരികലനത പറഞ്ഞ കൂടിച്ചേരാത്തത്. നിർമ്മലം നിർമ്മലമായ, പരിശുദ്ധമായത്. തേന താവത് അതുകൊണ്ട്. ഭൂതേർഭൂതേന്ദ്രിയസ്ഥേ, പദം പിരിക്കുമ്പോൾ ഭൂതേഹി ഭൂതേന്ദ്രിയേഹി പ്ലസ് തേ. ഭൂതേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടായ. തേന താവത് ഭൂതേഹി അതുകൊണ്ട് ഉണ്ടായ. ഭൂതേന്ദ്രിയേ ഭൂതം. ഏതൊക്കെയാണ് ഭൂതം പറഞ്ഞത്? പഞ്ചഭൂതങ്ങൾ. ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി. അതാണ് പഞ്ചഭൂതങ്ങൾ. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയവും. തേ വപു, തേ അങ്ങയുടെ, വപു ശരീരം, ഇതി എന്ന് ബഹുശഃ പല സ്ഥലത്തായിട്ട് പല പ്രാവശ്യം, ശ്രൂയതേ കേട്ടിട്ടുണ്ട്, വ്യാസവാക്യം വ്യാസൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജോ ഗുണവും തമോ ഗുണവുമായിട്ടും കൂടിച്ചേരാത്ത പരിശുദ്ധമായ ആ സത്വഗുണം കൊണ്ട് ഉണ്ടായതാണ് എന്ത്? സത്വഗുണം കൊണ്ട് ഉണ്ടായ ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ ശരീരം രൂപമെടുത്തിട്ടുള്ളത് എന്ന് പല സ്ഥലത്തായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വ്യാസം പറഞ്ഞ പിന്നെ മറ്റൊന്നില്ല. കാരണം അത്രയും കേമനായിട്ടുള്ള ആളാണ്. അപ്പോൾ 18 പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിത് തത് പ്ലസ് സ്വച്ഛത്വാത് പ്ലസ് യത് പ്ലസ് അച്ഛാദിത പരസുഖചിത് തത് സ്വച്ഛത്വാത്
സ്വച്ഛത്വാത് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമായത്. യത് ഏതൊന്നാണോ, അച്ഛാദിത പറഞ്ഞാൽ മറവില്ലാത്തത്. പരസുഖജിത് പരസുഖം, സുഖം പറഞ്ഞ എന്താണ്? ആനന്ദം. പരസുഖം പറഞ്ഞാൽ പരമാനന്ദം. ചിത് പറഞ്ഞതാണ്? സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മത്തിനെയാണ് ചിത് എന്ന് പറയുന്നത്. ഗർഭനിർഭാസരൂപം, ഗർഭം പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ, നിർഭാസരൂപം പുറത്തേക്ക് ഇങ്ങനെ ശോഭിക്കുന്നു. എന്താണ് പറയണതെന്ന് വെച്ചാൽ ഈ സത്വഗുണം കൊണ്ടാണ് ഈ ഭഗവാന്റെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? സത്വഗുണം കൊണ്ട് ഉണ്ടായ ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ രൂപം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പരിശുദ്ധമാണ് അല്ലേ? അത് രജോ ഗുണവും തമോ ഗുണവും ഒന്നും കലർന്നിട്ടില്ല, വളരെ പരിശുദ്ധമായതാണ്, ഒരു മായ ഒന്നും ഇല്ല. അതുകൊണ്ട് അത് ഈ അസച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം എന്താണ്? ഉള്ളിൽ നിന്ന് ഒരു മറവും ഇല്ലാണ്ട് പുറത്തേക്ക് ഇങ്ങനെ ശോഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു കൂട്, വളരെ ചളിയും ഒന്നും പുരണ്ടിട്ടില്ല, അതിൽ ചളിയൊന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ കൂട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പുറത്തേക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും അല്ലേ? അതുപോലെ ഈ പരിശുദ്ധമായ സത്വഗുണം കൊണ്ട് ഉണ്ടായതാണ് ഭഗവാന്റെ രൂപം. അതുകൊണ്ട് ഈ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ശോഭിക്കുന്നു എന്നാണ് പറയുന്നത്. തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ. തസ്മിൻ ആ രൂപം, ധന്യാരമന്ദേ, ധന്യ പറഞ്ഞ പുണ്യം ചെയ്തവര്, ഭാഗ്യവാന്മാര്, രമന്ദേ രമിക്കുന്നു, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു എന്നൊക്കെ പറയും. ശ്രുതി മതി മധുരേ പറഞ്ഞാൽ, ശ്രുതി പറഞ്ഞാൽ എന്താണ്? കേൾക്കുക. മതി പറഞ്ഞാൽ മനസ്സ്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഭഗവാന്റെ കാര്യം കഥകളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്? മനസ്സിന് മധുരമാണ്, മനസ്സിന് സുഖമാണ് അല്ലേ? ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കാൻ മനസ്സിന് സുഖമാണ്. അതുപോലെ തന്നെ കേൾക്കുമ്പോൾ എന്താണ്? മനസ്സിന്. അതുപോലെ തന്നെ മതി മധുരേ, മനസ്സിനും സുഖമാണ്, കേൾക്കുമ്പോഴും അത് സുഖമാണ്, മധുരമാണ്. ശ്രുതിക്കും മതിക്കും. അതുപോലെ ഇപ്പോൾ നാരായണീയം വായിക്കുമ്പോൾ എന്താണ്? വളരെ രസമാണ് അല്ലേ നാരായണീയം വായിക്കാൻ. അത് അർത്ഥം അറിഞ്ഞിട്ട് വായിക്കുമ്പോഴോ, അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കുമ്പോഴോ അതിനേക്കാൾ മധുരമാണ്. അപ്പോൾ അത് ശ്രുതിക്കും കേൾക്കാനും സുഖമാണ്, അതുപോലെ തന്നെ മനസ്സിലാക്കുമ്പോൾ മനസ്സിനും സുഖം ചെയ്യുന്നു. മനസ്സിലാക്കി വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാക്കി. അതായത് ശ്രുതി മതി മധുരേ സുഗ്രഹേ. സുഗ്രഹേ പറഞ്ഞാൽ ഗ്രഹിക്കാൻ എളുപ്പമായിട്ടുള്ളത്. വിഗ്രഹേതേ അങ്ങയുടെ വിഗ്രഹം. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഭഗവാൻ ഈ പരബ്രഹ്മത്തിൽ നിന്ന് ഒരു രൂപം എടുത്തുല്ലോ. അപ്പോൾ രൂപം എടുത്തപ്പോൾ എന്തായി? ഈ പരബ്രഹ്മത്തിനെ ആണെങ്കിൽ ആൾക്കാർക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ഒരു രൂപം എടുത്തപ്പോൾ സാധാരണ ജനങ്ങൾക്ക്, എങ്ങനെയുള്ള ആൾക്കാർക്ക്? ധന്യാരമന്ദേ, ഭാഗ്യവാന്മാരായ ആൾക്കാർക്ക്, പുണ്യം ചെയ്ത ആൾക്കാർക്ക്, പുണ്യം ചെയ്തിട്ടുള്ള സാധാരണമായ ആൾക്കാർക്ക് എന്താണ്? ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ഒക്കെ വളരെ എളുപ്പമായി തീർന്നു. സുഗ്രഹേ, വളരെ ഗ്രഹിക്കാനൊക്കെ വളരെ എളുപ്പമായി തീർന്നു. എന്നിട്ട് ഈ പുണ്യം ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു? അത് സ്തുതിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ ധ്യാനിച്ചിട്ടും ഒക്കെ അതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ പുണ്യം ചെയ്തവർക്ക് മാത്രമാണ് ഈ ഭഗവത് കാര്യങ്ങൾ കേൾക്കണമെന്നും ഒക്കെ അറിയണമെന്നും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടാവുക. അല്ലാത്തവർക്കൊന്നും തോന്നില്ല. നമുക്ക് ഇപ്പോൾ നാരായണീയം പഠിക്കണം, അല്ലെങ്കിൽ ഭാഗവതം പഠിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കണം എന്ന് തോന്നെങ്കിലും കൂടിയും പുണ്യം ചെയ്തവർക്ക് എത്രയേ തോന്നുള്ളൂ. അല്ലാത്തവർക്ക് നമുക്ക് തോന്നണ്ടേ? തോന്നിയാലേ നാമം ജപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പുണ്യം ചെയ്തവർക്ക് മാത്രമാണ് അത്രേ നമുക്കതൊക്കെ ചെയ്യാൻ തോന്നുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയേണ്ട പിന്നെ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, എത്രയോ കാലത്തെ പുണ്യം ചെയ്തവർക്ക് മാത്രമാണ് അത്രേ ആ ഭാഗവത ഗ്രന്ഥം ഒന്ന് എടുക്കാൻ പോലും തോന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്ന്, കഥകളൊക്കെ കേൾക്കണം തോന്നുന്നവർ പുണ്യം ചെയ്തവരാണ്. ആ
ഭാഗ്യവാന്മാര് ഈ വിഗ്രഹത്തെ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും തൊഴുതിട്ടും ധ്യാനിച്ചിട്ടും ഒക്കെ ആനന്ദം കണ്ടെത്തുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. പിന്നെ ഇത് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ശ്ലോകമാണ്. എനിക്ക് എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.